നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ പറമ്പുകളിൽ നിരന്തരം കാണുന്ന ചെടികൾ നമ്മൾ അവഗണിക്കാറ് പതിവാണ്. എന്നാൽ ചിലപ്പോഴൊക്കെ നമ്മൾ മറക്കുന്ന ഒരു കാര്യമുണ്ട്. ഇങ്ങനെ കാണാതെ ശ്രദ്ധിക്കാതെ പോകുന്ന സസ്യങ്ങളായിരിക്കും അനേകം ഔഷധ ഗുണങ്ങൾ നിറഞ്ഞത്. അങ്ങനെയുള്ള ഒരു ചെടിയാണ് കൂവ അഥവാ ആരോ റൂട്ട്. കേവലം ഒരു കാട്ടുചെടിയല്ല കൂവ. കാട്ടുചെടിയാണെന്ന് തള്ളിക്കളയാനുമാകില്ല. എന്താണ് കൂവയെന്ന് നമുക്ക് നോക്കാം. ഈ വീഡിയോ കാണുന്ന മിക്കവർക്കും അല്ലെങ്കിൽ ഒരു മുക്കാൽ ഭാഗം ആളുകൾക്കും കൂവ എന്താണെന്ന് അറിയാം. എന്നാൽ അറിയാത്തവർക്കായി അതിൻ്റെ ഔഷധ ഗുണങ്ങളും കൃഷിയെ പറ്റിയും ഇത് വീട്ടിലെങ്ങനെ കൃഷി ചെയ്യാം എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഇതൊരു സസ്യത്തിന്റെ വേരാണ്. സാധാരണയായി കാട്ടിലും നാട്ടിൻപുറങ്ങളിലുമാണ് ഇത് കാണപ്പെടുന്നത്. വേര് കളഞ്ഞ് കഴുകി ഉണക്കി പൊടിയാക്കി ലഭിക്കുന്നതാണ് കൂവപ്പൊടി. നമ്മുടെ കടകളിൽ നിന്നൊക്കെ നമുക്ക് കൂവപ്പൊടി ലഭിക്കുന്നതാണ്. കൂടാതെ ഇത് പാചകത്തിലും മരുന്നായും ഒരുപോലെ ഉപയോഗിക്കുന്നുണ്ട്. നിറയെ പോഷക മൂലകങ്ങളുള്ള ഭക്ഷ്യയോഗ്യമായ ഔഷധ കിഴങ്ങാണ് വെള്ളക്കൂവ. വെളുപ്പ് നിറമുള്ള ദഹനത്തെ സഹായിക്കുന്ന കൂവ ഉദര രോഗങ്ങൾ ശമിപ്പിക്കും. പ്രമേഹ രോഗികൾക്കും ഹൃദ്രോഗികൾക്കും കൂവനൂറ് നല്ലതാണ്. നല്ല ചൂടും ഈർപ്പവുമുള്ള കാലാവസ്ഥയിലാണ് കൂവ നന്നായി വളരുന്നത്. അന്തരീക്ഷ ഊഷ്മാവ് 25 മുതൽ 30 ഡിഗ്രി സെൽഷ്യസും വർഷപാതം 1500-2000 മില്ലിമീറ്ററുമാണ്. വളക്കൂറും ജലനിർഗമന ശേഷിയുമുള്ള മണൽ കലർന്ന പശ്ചിമരാശി മണ്ണിൽ കൂവ നന്നായി വളരും. ഏപ്രിൽ അവസാന വാരത്തിലോ മെയ് മാസത്തിലോ ആണ് കൂവ കൃഷി ചെയ്യാൻ നല്ലത്. കൂവക്കിഴങ്ങ് കഷ്ണങ്ങളാക്കി നടാൻ ഉപയോഗിക്കാം. ഒരു വിത്ത് കഷ്ണത്തിന് 20 മുതൽ 25 ഗ്രാം തൂക്കവും 5 മുതൽ 7 സെന്റിമീറ്റർ നീളവും വേണം. ഇനി കൂവ കൃഷി ചെയ്യുന്ന വിധം നമുക്ക് നോക്കാം. കിളച്ചോ ഉഴുതോ ഒരുക്കിയ സ്ഥലത്ത് ഏക്കറിന് 4 ടൺ ഉണങ്ങിപ്പൊടിഞ്ഞ ചാണകമോ കമ്പോസ്റ്റോ അടിവളമായി നൽകി കൂവ നട്ടു തുടങ്ങാം. നടാനായി 1 മീറ്റർ വീതിയിൽ 15 മുതൽ 20 സെന്റിമീറ്റർ ഉയരത്തിൽ വാരങ്ങളെടുത്ത് അതിൽ 30 സെന്റിമീറ്റർ അകലത്തിൽ നടുന്നത് നല്ലതാണ്. കൂനകൾ കൂട്ടിയും നടാവുന്നതാണ്. നട്ട ഉടനെ തന്നെ പുതയിട്ട് കൊടുക്കണം. കരിയിലയോ പച്ചിലയോ തെങ്ങോലയോ അനുയോജ്യമായ മറ്റ് ജൈവ വസ്തുക്കളോ ഉപയോഗിച്ച് പുതയിടാം. ഇത് കളകൾ മുളയ്ക്കുന്നത് തടയുകയും മണ്ണിലെ ഈർപ്പം നിലനിർത്തുകയും അതിശക്തമായ മഴയിൽ മണ്ണ് തറഞ്ഞു പോകാതെ സംരക്ഷിക്കുകയും അതുവഴി ഉത്പാദന വർധനവ് നൽകുകയും ചെയ്യുന്നു. ഇതിന് കൂടുതൽ സംരക്ഷണ രീതിയൊന്നും ആവശ്യമില്ല. കളകൾ നീക്കി മണ്ണിളക്കി മേൽവളം നൽകുന്നതാണ് കാര്യമായ കൃഷിപ്പണികൾ. ഇടയിളക്കി മണ്ണ് കൂട്ടുന്നത് വിളവർധനവ് നൽകും. കൂവയിൽ ഇതുവരെ കാര്യമായ രോഗബാധയൊന്നും കണ്ടിട്ടില്ല. കീടങ്ങളിൽ എലിയാണ് കൂവയുടെ ശത്രു. ഏകദേശം 10 മുതൽ 11 മാസം മൂപ്പുണ്ട് കൂവയ്ക്ക്. തണ്ട് ഉണങ്ങി തുടങ്ങുമ്പോൾ വിളവെടുക്കാം. ഏക്കറിന് 8 മുതൽ 10 ടൺ വിളവ് ലഭിക്കും. ഇനി കൂവ സംസ്കരണം എങ്ങനെയെന്ന് നോക്കാം. വൃത്തിയാക്കിയ കൂവക്കിഴങ്ങ് ഒരു ദിവസം വെള്ളത്തിലിട്ട് വീണ്ടും കഴുകി വൃത്തിയാക്കിയ ശേഷം ഉരപ്പരയ്ക്കുന്നു. പണ്ട് കാലത്ത് ദ്വാരങ്ങളിട്ട ലോഹ ഷീറ്റുകളിൽ ഉരച്ച് അരച്ചിടുന്നതിന് പകരം ഗ്രൈൻഡർ ഉപയോഗിച്ച് അരയ്ക്കാം. അരച്ചെടുത്ത കൂവ ശുദ്ധജലത്തിൽ കലക്കി ഒരു തുണി ഉപയോഗിച്ച് അരിച്ച് നാരും മറ്റ് അവശിഷ്ടങ്ങളും മാറ്റണം. ശേഷിക്കുന്ന ലായനി ഊറാൻ വെക്കണം. 8 മണിക്കൂറിന് ശേഷം തെളിയൂറ്റി കിട്ടുന്ന നൂറ് പരന്ന പാത്രങ്ങളിൽ ഒഴിച്ച് സൂര്യപ്രകാശത്തിൽ ഉണക്കിയെടുക്കുന്നതാണ് കൂവനൂറ് അഥവാ കൂവപ്പൊടി. കൂവപ്പൊടി ഉത്തമ ഭക്ഷ്യ പദാർത്ഥമാണ്. കൂടാതെ വിവിധ ബേക്കറി ഉൽപ്പന്നങ്ങളിലും അതുപോലെ ഐസ്ക്രീം, കേക്ക്, ബിസ്ക്കറ്റ് മുതലായ ഭക്ഷണ പദാർത്ഥങ്ങളിലും ഉപയോഗിക്കുന്നു. അലോപ്പതി ഗുളികകളിലെ ഫില്ലറായും കമ്പ്യൂട്ടർ പേപ്പർ നിർമ്മാണത്തിനും ഇത് ഉപയോഗിക്കുന്നുണ്ട്. ഇനി നീലക്കൂവ എന്താണെന്ന് നോക്കാം. വന്യമായും കൃഷി ചെയ്തും ഔഷധ ആവശ്യത്തിന് ഉപയോഗിച്ചു വരുന്ന ഒരു കിഴങ്ങു വിളയാണ് നീലക്കൂവ. പണ്ടുകാലത്ത് വന്യമായി വളർന്നിരുന്ന ഈ വിള ഇന്ന് പല വീടുകളിലും കൃഷി ചെയ്യുന്നുണ്ട്. ഇതിന്റെ കൃഷി രീതിയും സംസ്കരണ രീതിയും വെള്ളക്കൂവയുടേതുപോലെ തന്നെയാണ്. നൂറ് തെളിച്ചെടുക്കുമ്പോൾ 3 പ്രാവശ്യം തെളിയൂട്ടി ശുദ്ധജലം ചേർത്ത് ആവർത്തിക്കുന്നത് മാത്രമാണ് വ്യത്യാസമായുള്ളത്. വെസ്റ്റ് ഇന്ത്യൻ ആരോ റൂട്ടിന്റെ പൊടിയേക്കാൾ 10 മടങ്ങ് ഔഷധ ഗുണമുള്ളതാണ് നീലക്കൂവ നൂറിന്. മൂത്രാശയ സംബന്ധമായ രോഗങ്ങൾക്ക് ഇത് ദിവ്യ ഔഷധമാണ്. കൂവയ്ക്ക് നിരവധി ഔഷധ ഗുണങ്ങളുണ്ട്. കുഞ്ഞുങ്ങൾക്കും രോഗാനന്തരം ആരോഗ്യം വീണ്ടെടുക്കേണ്ടവർക്കും വെള്ളക്കൂവ ഭക്ഷിക്കുന്നത് നല്ലതാണ്. ഉദര രോഗങ്ങൾ ശമിപ്പിക്കുവാൻ വെള്ളക്കൂവയ്ക്കും നീലക്കൂവയ്ക്കും കഴിവുണ്ട്. നീലക്കൂവയുടെ നൂറ് ചൂടുവെള്ളത്തിൽ കലക്കി കുടിച്ചാൽ മാറും. നീലക്കൂവ നൂറ് പ്രകൃതിദത്ത ആന്റിബയോട്ടിക് ആണ്. തിരുവാതിര വ്രതം എടുക്കുന്ന സ്ത്രീകളുടെ പ്രധാന ആഹാരമായിരുന്നു കൂവക്കുറുക്ക്. അതിന് കാരണം കൂവ ഒരു എനർജി ഗിവിംഗ് ഫുഡ് ആണെന്നതാണ്. ഇത് കുടിച്ചാൽ ശരീരം വേഗത്തിൽ ക്ഷീണിക്കില്ല. കാൽസ്യം, കാർബോഹൈഡ്രേറ്റ്, സോഡിയം, പൊട്ടാസ്യം, മഗ്നീഷ്യം, സിങ്ക്, കോപ്പർ, വൈറ്റമിനുകളായ
എ, സി, നിയാസിൻ, തയാമിൻ എന്നിവയാൽ സമ്പുഷ്ടമാണ് കൂവ. ഇതിൽ അടങ്ങിയിരിക്കുന്ന അന്നജം വയറിന്റെ ആരോഗ്യത്തിന് സഹായിക്കുന്നു. പെട്ടെന്ന് ദഹനം നടക്കുകയും ചെയ്യുന്നു. ശരീരത്തിലെ നഷ്ടപ്പെട്ട ജലാംശം വീണ്ടെടുക്കാൻ കൂവപ്പൊടി ആട്ടിൻ പാലിൽ ചേർത്ത് നൽകാറുണ്ട്. കുട്ടികൾക്ക് വയറ് സംബന്ധമായ അസുഖങ്ങൾ ഉണ്ടാകുമ്പോൾ കൂവപ്പൊടി വെള്ളത്തിലോ പാലിലോ തിളപ്പിച്ചു നൽകിയാൽ അസുഖം വേഗം സുഖപ്പെടുന്നതായി കാണാം. കോളറ, വയറിളക്കം എന്നീ അസുഖങ്ങളാൽ ദുരിതം അനുഭവിച്ചിരുന്നവർക്ക് കൂവ അരച്ച് വെള്ളത്തിൽ കലക്കി തെളിച്ച് ഇടയ്ക്കിടയ്ക്ക് കുടിക്കാൻ കൊടുക്കുക പതിവായിരുന്നു. ഇത്തരക്കാർക്ക് മറ്റ് ആഹാരങ്ങൾ ദഹിക്കാതെ വരുമ്പോൾ കൂവ പെട്ടെന്ന് ദഹിച്ച് വയറിന് ആശ്വാസവും ശരീരത്തിന് കുളിർമയും ഉന്മേഷവും നൽകുന്നു. പണ്ടുകാലത്ത് അമ്പേറ്റ് ഉണ്ടാകുന്ന മുറിവ്, ചിലന്തി വിഷം ഏൽക്കുന്നത് മൂലമുള്ള ചൊറിച്ചിൽ എന്നിവിടങ്ങളിൽ കൂവ വെള്ളത്തിൽ ചാലിച്ച് പുരട്ടിയിരുന്നു. ആന്റി ബാക്ടീരിയൽ, ആന്റിസെപ്റ്റിക് ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ളതിനാലാണ് ഇത് മുറിവ് ഉണങ്ങാൻ സഹായിക്കുന്നത്. ഒരുപക്ഷെ അമ്പുകൊണ്ടുള്ള മുറിവ് ഉണങ്ങിയിരുന്നതിനാൽ ആവാം ഈ ചെടിക്ക് ആരോ റൂട്ട് എന്ന പേര് ലഭിച്ചതെന്നും ഒരു കൂട്ടർ വിശ്വസിക്കുന്നു. കൂടാതെ പണ്ട് കാലത്ത് കുട്ടികൾക്ക് പൗഡറിന് പകരമായി ശരീരത്തിൽ കൂവപ്പൊടി ഉപയോഗിച്ചിരുന്നു. ശരീരത്തിന് കുളിർമ ലഭിക്കാനും ചെറിയ കുരുക്കൾ ഉണ്ടാകാതെയിരിക്കാനും ഇത് സഹായിക്കുന്നു. ശരീരത്തിലെ ആസിഡ് ആൽക്കലി ബാലൻസ് നിലനിർത്തി ശരീരത്തിന്റെ pH നിലനിർത്താൻ അത്യുത്തമമാണ് കൂവ. ഗർഭിണികളിൽ ഉണ്ടാകുന്ന മലബന്ധം, ഛർദി എന്നിവയ്ക്ക് നല്ലൊരു ഔഷധമാണിത്. കൂടാതെ ഗർഭസ്ഥ ശിശുവിന്റെ തലച്ചോറിന്റെ വളർച്ചയ്ക്ക് അത്യാവശ്യമായ ഫോളേറ്റ് കൂവയിൽ ധാരാളമുണ്ട്. ഡയറ്റ് കൺട്രോൾ ചെയ്യുന്നവർക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ഉത്തമ ആഹാരം കൂടിയാണിത്. ഫാറ്റ് കുറവായതിനാലും എനർജി പ്രദാനം ചെയ്യുന്നതിനാലും അമിത ആഹാരം കഴിക്കാതെ ശരീരത്തെ ഉണർവോടെ നിലനിർത്താൻ ഇത് സഹായിക്കുന്നു. ഇത്തരത്തിൽ നിരവധി ഗുണങ്ങളുള്ള കൂവയുടെ മാഹാത്മ്യം നിരവധിയാണ്. കൂടുതൽ ഇത്തരത്തിലുള്ള കണ്ടന്റുകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.